ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു ഫീല് മാത്രമല്ല, ഒരു വലിയ തീരുമാനം കൂടെയാണ്. കാരണം സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ആ കറക്റ്റായ ആ യഥാർത്ഥ ആളെ തിരഞ്ഞെടുക്കുന്നതാണ് കഷ്ടം. ഒരു പങ്കാളി അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അതൊരു ലവർ മാത്രമല്ല. അവനോ അവളോ ഒരു പേഴ്സണൽ സ്പേസോ ഫാമിലിയോ ഒരു സുഹൃത്തോ ആരുമാവാം. സ്നേഹം കൊണ്ട് മാത്രം ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവില്ല. പരസ്പര ധാരണയില്ലെങ്കിൽ ഒരിക്കലും ഒന്നും നിലനിന്ന് പോവുകയുമില്ല. കറക്റ്റായ ഒരു പങ്കാളി എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഷ്യത്തിന് പിന്നിലെ ആ സ്നേഹം മനസ്സിലാക്കുന്നയാൾ, നമ്മുടെ ചിരിക്ക് പിന്നിലെ ആ സങ്കടം മനസ്സിലാക്കുന്നയാൾ, എല്ലാത്തിനുമുപരി മൗനമായിരിക്കുമ്പോൾ എന്താ നിന്റെ പ്രശ്നം എന്ന് തിരക്കുന്നയാൾ. ഇത് ശരിക്കും റയർ ആണ്, എങ്കിലും ഇത് യഥാർത്ഥൊരു കണക്ഷനാണ്. ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും തുല്യരാവണമെന്നില്ല, പക്ഷേ എഫേർട്ട് ഇടുമ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കണം. ഒരാൾ മാത്രം എല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ അതൊരിക്കലും ഒരു സ്നേഹമല്ല, അതൊരു കഷ്ടപ്പാടാണ്. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ എല്ലാം തുറന്നു പറയുമ്പോൾ ഒരു സുരക്ഷിതമായ ഇടമായി മറ്റേയാളെ തോന്നുകയുള്ളൂ. എല്ലാം തികഞ്ഞൊരു പങ്കാളി, ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. പക്ഷേ യഥാർത്ഥ ഒരു പങ്കാളി അഥവാ റൈറ്റ് പാർട്ട്ണർ അങ്ങനെയുണ്ട്. അവർ പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല, പക്ഷെ അവരെല്ലാം മനസ്സിലാക്കും, എപ്പോഴും ഒപ്പം നിൽക്കും, ഒരിക്കലും നമ്മളെ വിട്ടു പോവുകയില്ല. ഒരു പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമ്പോൾ പുറമോടി ഒരിക്കലും നോക്കരുത്, താൽക്കാലികമായ ഫീലിങ്സ് നോക്കരുത്. പക്ഷെ നോക്കണം, വീക്ക് ആയിരുന്നപ്പോൾ, നീ തളർന്നു പോയപ്പോൾ ആര് നിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. കാരണം സന്തോഷമായ ദിവസങ്ങളിൽ എല്ലാവരും നിന്റെ ഒപ്പം ഉണ്ടാവും. പക്ഷെ നീ കഷ്ടപ്പെടുമ്പോൾ, നീ ബുദ്ധിമുട്ടുമ്പോൾ, നീ മിണ്ടാതെ മൗനമായിരിക്കുമ്പോൾ, അന്ന് നിന്റെ കൂടെ ആരുണ്ടായിരുന്നു, അതാണ് യഥാർത്ഥ നിന്റെ ആൾ. ഒരു റിലേഷൻഷിപ്പ് ഭംഗിയാവുന്നത് രണ്ടുപേരും പെർഫെക്റ്റ് ആയിരിക്കുമ്പോഴല്ല, ആ രണ്ടുപേരും ഒന്നിച്ച് മുന്നേറാൻ ട്രൈ ചെയ്യുമ്പോഴാണ്. കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാൻ ആർക്കും പറ്റും, എന്നാൽ ഒരാൾ നോക്കിയിരിക്കുന്ന ദിശയിലേക്ക് ഒരു വാക്ക് പോലും മിണ്ടാതെ മറ്റേ ആൾ എപ്പോൾ നോക്കാൻ തുടങ്ങുന്നു, അപ്പോഴാണ് ജീവിതം ഭംഗിയാവുന്നത്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇപ്പോഴും നിങ്ങൾ പറയുന്നുണ്ടാവും, എന്നാൽ എനിക്കിങ്ങനെയൊന്നും നോക്കാനോ പറയാനോ കേൾക്കാനോ ആരുമില്ല. കാത്തിരിക്കുന്നേ. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ചേരേണ്ടടുത്ത് ചേരേണ്ടവരുടെ ഒപ്പം കറക്റ്റായിട്ട് ചേർന്നോളും.